ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ ആമുഖം. മൂന്നാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവായ ലൂക്ക തന്നെയാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെ രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു. വിശുദ്ധ ലൂക്ക ഗ്രീസിലോ റോമായിലോ വെച്ച് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ രചിച്ചു എന്നത് കവിഞ്ഞ് എന്ന് എവിടെ വെച്ച് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനാവില്ല. ഗ്രീക്ക് ഭാഷയിലെ പ്രാക്സൈസ് എന്ന ബഹുവചന സംജ്ഞയ്ക്ക് ഒരു മഹാരഥൻ്റെ എടുത്തു പറയത്തക്ക ചെയ്തികൾ, നേട്ടങ്ങൾ എന്ന അർത്ഥമാണ് ഉപയോഗം മൂലം ലഭിച്ചിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഗ്രന്ഥത്തിന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പേര് നൽകപ്പെട്ടത്. ആദിമസഭയിൽ ജെറുസലേമിൽ രൂപം കൊണ്ട സഭ വളരെ പേരെ അംഗങ്ങളായി സ്വീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് സമരിയായിലേക്ക് വ്യാപിച്ചു. തുടർന്ന് വിജാതീയരിലോട്ട് വ്യാപിച്ച് ജെറുസലേം സുനഹദോസ് വഴി ലഭിച്ച ദൈവശാസ്ത്രപരമായ ന്യായീകരണം എന്ന സുപ്രധാനമായ വഴിത്തിരിവിലൂടെ റോമാ സാമ്രാജ്യത്തിന് അറിയപ്പെട്ടിരുന്ന മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച് ഭൂമിയുടെ അതിർത്തികൾ വരെയും സഭ ചെന്നെത്തുന്നതിൻ്റെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ കാണുക. ഈ വികാസ പരിണാമങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന്, മാതൃസഭയായ അപ്പസ്തോലിക ത്തിൻ്റെ ഉറവിടമായും പരിഗണിക്കപ്പെട്ടിരുന്ന ജെറുസലേമിനെ കേന്ദ്രമാക്കിയുള്ള ആദ്യകാല പ്രവർത്തനങ്ങളാണ് ആദ്യത്തേത്. ഈ യഹൂദഘട്ടത്തിൻ്റെ നേതാവ് വിശുദ്ധ പത്രോസ് തന്നെ. യഹൂദന്മാരുടെ എതിർപ്പിന് വിഷയമായ ക്രിസ്തു സംഭവം പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര പ്രചോദനത്താൽ സകല മനുഷ്യരെയും സ്വാധീനിക്കുന്ന വിജാതീയ ഘട്ടമാണ് രണ്ടാമത്തേത്. വിശുദ്ധ പൗലോസാണ് ഈ ഘട്ടത്തിൻ്റെ നേതാവ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മുടെ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് ഗ്രന്ഥത്തിലെ 1/3 ഭാഗം വരുന്ന പ്രസംഗങ്ങളുടെ സമാഹാരം. വിശുദ്ധ പത്രോസിൻ്റെ 5 പ്രസംഗങ്ങളും വിശുദ്ധ പൗലോസിൻ്റെ 7 പ്രസംഗങ്ങളും കൂടാതെ സ്തെഫാനോസിൻ്റെ സുദീർഘമായൊരു പ്രഭാഷണവും ഇത് ഉൾപ്പെടുന്നു.